ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 12 സെന്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ കണ്ടംപററി സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ്. മനോഹരമായിട്ടുള്ളൊരു വർക്കിംഗ് കിച്ചണും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. മലപ്പുറം ജില്ലയിലെ തിരൂര് പുറ്റൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീടുള്ളത്. റഷീദ് മുനീറ ദമ്പതികളുടേതാണ് ഈ മനോഹരമായിട്ടുള്ള ഭവനം. വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്കിൽ ഏറ്റവും ടോപ്പിലായിട്ട് പർപ്പിൾ കളറിൽ ബോക്സ് ടൈപ്പിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഫുള്ള് ഗ്ലാസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ലിവിങ് ഏരിയയിലേക്ക് നല്ല രീതിയിൽ വെന്റിലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ എൽ ഷേപ്പിൽ ഒരു ഷോവാൾ കൊടുത്തിട്ടുണ്ട്. അതിൽ വുഡൻ ടൈലാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് പ്ലാന്റ്സ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബോക്സ് ടൈപ്പിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലെങ്തി ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ട് ആയതുകൊണ്ട് തന്നെ സൈഡിൽ നിന്നാണ് ഇതിലേക്കുള്ള എൻട്രി വരുന്നത്. സീലിങ്ങിലൊക്കെ LED ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കയറുന്ന ഭാഗത്ത് 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിറ്റ് ഔട്ടിന്റെ ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത് വുഡും GI പൈപ്പും സ്റ്റീലും ഉപയോഗിച്ചാണ്. വുഡിന്റെ ഒരു ലെങ്തി ചെയറും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും എൻഡിലായിട്ട് ഒരു സിറ്റിംഗ് അറേഞ്ച്മെന്റും താഴെ ഒരു ഷൂ റാക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. വിൻഡോസും ഡോറുകളൊക്കെ ചെയ്തിട്ടുള്ളത് പ്ലാവിലാണ്. മെയിൻ ഡോറ് ഡബിൾ ഡോറാണ് വരുന്നത്. ഡോർ തുറന്ന് അകത്തേക്ക് കിടക്കുന്നത് തന്നെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെ എൽ ഷേപ്പിലുള്ള ഒരു സോഫയും ചെറിയൊരു ടീ ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് TV യൂണിറ്റ് വരുന്നത്. പ്ലൈവുഡും മൈക്കും യൂസ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സൈഡിലൊക്കെ LED ലൈറ്റ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. വീടിന്റെ ഫ്രണ്ട് വശത്ത് കണ്ട ആ ഭാഗമാണ്, ഗ്ലാസ് ഇട്ട ഭാഗമാണ് ഇട്ടത്. നല്ല വെന്റിലേഷൻ കിട്ടാൻ സഹായിക്കുന്നുണ്ട്. ഇവിടെ ആയിട്ട് സീലിംഗിൽ സിമ്പിൾ ആയിട്ടുള്ള ജിപ്സം വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് ഏരിയ വരുന്നത്. 8 ചെയറോട് കൂടിയിട്ടുള്ള ടേബിൾ ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ടേബിളിന്റെ ടോപ്പിലായിട്ട് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു വോളില് 3 നിഷുകൾ കൊടുത്തിട്ടുണ്ട്. കളർ ലൈറ്റുകളും പുറത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. അതൊന്ന് കണ്ടു നോക്കാം. ഒരു ഡ്രസ്സിംഗ് ഏരിയയും ബാത്റൂം അറ്റാച്ച്ഡും കൂടെ ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ വരുന്നത്. 2 സൈഡിലും പിന്നെ ഈ ബെഡ് കോട്ടിന്റെ സൈഡിലായിട്ട് വിൻഡോസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു വെളിച്ചം കിട്ടുന്ന രീതിയിലുള്ളൊരു റൂമാണ്. നല്ലൊരു കളർ തീമിലാണ് കേട്ടോ ഈ ഒരു റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബെഡ് കോട്ടിന്റെ സൈഡിലായിട്ട് ചെറിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. വാൾഡ്രോബ്സ് ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിൽ PU പെയിന്റ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ബാത്റൂമിൽ
2x1 സെമി ഗ്ലോസി ടൈലാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ചെറിയൊരു സ്റ്റഡി ടേബിളും കൂടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഈ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് താഴ്ത്തിയിട്ടാണ് കേട്ടോ ഈ ഒരു ഫ്ലോർ ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെയാണ് ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്നൊരു ഏരിയ ആയിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ താഴെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. മാക്സിമം സ്ഥലം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ഈ വീട് ഒരുക്കിയിട്ടുള്ളത്. സീലിംഗിൽ കൊടുത്ത അതേ ഡിസൈൻ തന്നെയാണ് ഈ ഒരു വാഷിംഗ് ഏരിയന്റെ അവിടെയുള്ള പാർട്ടീഷനിലും കൊടുത്തിട്ടുള്ളത്. അതേ ഡിസൈൻ വരുന്ന രീതിയിലാണ് വാഷ് ബേസിന്റെ അവിടെയുള്ള മിററും ഒരുക്കിയിട്ടുള്ളത്. ഒരു കണ്ണിന്റെ ഒക്കെ ഒരു ഡിസൈൻ ആണ് കേട്ടോ വരുന്നത്. വൈറ്റ് കളർ സ്ക്വയറിലുള്ള ഒരു വാഷ് ബേസിനാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിന്റെ കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റും താഴെ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് തന്നെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഈ ഒരു ബാത്റൂമിൽ 4x2 ഫുൾ ഗ്ലോസി ടൈലാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. അവിടെ നിന്നും വന്നാൽ നമ്മൾ ഈ ഒരു സൈഡിൽ കിച്ചണും ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബെഡ്റൂമും കൂടെ വരുന്നുണ്ട്. അതിന്റെ സെന്ററിലുള്ള വാളിൽ ഒരു ഡാർക്ക് പെയിന്റ് കൊടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ബെഡ്റൂമിലേക്ക് വരുന്ന ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഇവിടുത്തെ ബാത്റൂം കൊടുത്തിട്ടുള്ളത്. കോമൺ ബാത്റൂമിന്റെ ടൈൽ ഒഴിച്ച് ബാക്കി എല്ലാ ബാത്റൂമിലും ടൈല് കൊടുത്തിട്ടുള്ളത് 2x1 സെമി ഗ്ലോസി ടൈലാണ് കേട്ടോ. ഇവിടുത്തെ ബെഡ് കോട്ടും അതുപോലെ തന്നെ സൈഡ് ടേബിള്, വാൾഡ്രോബ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് വൈറ്റും ബ്രൗണും കളർ തീമിലാണ് കേട്ടോ. എല്ലാം പ്ലൈവുഡിൽ PU പെയിന്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വിൻഡോന്റെ താഴ്ഭാഗത്തൊക്കെ ഈ ഒരു സ്റ്റെപ്പിൽ വുഡൻ ടൈല് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നല്ല ഓപ്ഷനാണ് കേട്ടോ. കാരണം ചളിയും പൊടിയൊന്നും ആവാതിരിക്കാൻ നമുക്ക് എപ്പോഴും തുടച്ചെടുക്കാൻ പറ്റിയൊരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിലുള്ള വോളിലാണ് ടൈൽ ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടൊരു കൗണ്ടർ ടോപ്പും ഒരു സിങ്കും വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് യൂസ് ആക്കിയിട്ടുള്ളത്. കുറെ അനാവശ്യമായിട്ട് കുറെ വാൾഡ്രോബ്സും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിന്റെ ഒരു അടിപൊളി വർക്കിംഗ് കിച്ചൺ കാണാൻ പോവാണ്. കിച്ചന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഗ്രില്ലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലൊക്കെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് കേട്ടോ ഈ ഒരു വർക്കിംഗ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, നല്ല ലെങ്തി ആയിട്ടുള്ളൊരു കിച്ചണാണ്. ഫ്ലോറിൽ ബ്ലാക്ക് മാർബിൾ ആണ് യൂസ് ആക്കിയിട്ടുള്ളത്.
ഇവിടെ ആയിട്ടൊരു ഗ്രോസറി ഷെൽഫും കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷെൽഫാണ് കേട്ടോ. കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് യൂസ് ആക്കിയിട്ടുള്ളത്. താഴ്ഭാഗമൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ചുമണിയോട് കൂടിയിട്ടുള്ള ഒരു വിറകടുപ്പ് വരുന്നത്. ഈ വീഡിയോ കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വീടും അതുപോലെ തന്നെ ഈ ഒരു മനോഹരമായിട്ടുള്ള വർക്കിംഗ് കിച്ചണും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഈ ഒരു കിച്ചണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു സിങ്കും ഗ്യാസ് സ്റ്റൗ ഒക്കെ വരുന്ന ഈ ഒരു കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ, അത് അങ്ങോട്ട് പുറത്തേക്ക് തള്ളിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഗ്രില്ലൊക്കെ അങ്ങോട്ട് പുറകുവശത്തേക്ക് തള്ളിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കിച്ചണിൽ ഒരുപാട് സ്പേസ് ഉള്ളത് പോലെ തോന്നിക്കും. നമുക്ക് ഒരുപാട് സ്പേസ് ലാഭിക്കാം കേട്ടോ. നമുക്ക് കിച്ചണിന്റെ വലുപ്പം ഒത്തിരി ഉള്ളത് പോലെ തോന്നും. ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. കിച്ചണിന്റെ ഈ ഒരു കൗണ്ടർ ടോപ്പ് അങ്ങനെ പുറത്തേക്ക് തള്ളി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കോർണറിലായിട്ട് ഒരു സ്റ്റീലിന്റെ സിങ്കും സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കണ്ടു നോക്കാം. സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്പിലൊക്കെ മാർബിൾ തന്നെയാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. അരുണ വൈറ്റ് മാർബിൾ ആണ് ഇവിടെ ഫ്ലോറിലൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹാൻഡ് റെയില് വുഡും സ്റ്റീലും GI പൈപ്പും യൂസ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കയറി വരുന്ന ഈ ഒരു ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കയറി വരുന്നതന്നെ ഒരു കുഞ്ഞു ഹാളിലേക്കാണ്. ഇവിടെ മുകളിൽ ടൈലാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു ഡോറ് വരുന്നത് വീടിന്റെ ഫ്രണ്ടിലേക്കുള്ള ടെറസാണ് കേട്ടോ. മുകളിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ ആയിട്ടൊരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെ സാധാ ക്ലോസറ്റ് ആണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം. ഇവിടെ ഒരു ബാത്റൂമും കൂടെ വരുന്നുണ്ട്. ഇവിടുത്തെ ടൈല് വൈറ്റും ബ്ലൂവും കളറിലാണ് കൊടുത്തിട്ടുള്ളത്. എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ മറക്കണ്ട. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.